ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അന്വേഷണം നടക്കവേ വരുമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തുറന്നു പറഞ്ഞ മാനേജർ സിദ്ധാർത്ഥ് ശർമ്മ 38,000-ലധികം വരുന്ന ഗാർഗിന്റെ റെക്കോർഡ് ഗാനങ്ങളിൽ ഭൂരിഭാഗവും വിവിധ പ്രൊഡക്ഷൻ ഹൗസുകളുടെയും സംഗീത കമ്പനികളുടെയും ഉടമസ്ഥയിലുള്ളതാണെന്ന് മാനേജർ പറയുന്നു. സുബീനെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നും ശർമ്മ പറഞ്ഞു. സുബീന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കും. സുബീൻ ഗാർഗിന്റെ മരണത്തിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം നേരത്തെ സിദ്ധാർത്ഥ് ശർമ്മയെ ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് സുബീനെ സാമ്പത്തികമായി ശർമ്മ ചൂഷണം ചെയ്തിരുന്നു എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചാരണം ശക്തമായത്. ഇതോടെയാണ് സിദ്ധാർത്ഥ് ശർമ്മ തന്നെ വിശദീകരണവുമായി എത്തിയത്. സുബീന്റെ മിക്കവാറും എല്ലാ ഗാനങ്ങളും താൻ മാനേജറായി വരുന്നതിന് മുമ്പ് തന്നെ പാടിയിരുന്നു. നിർമ്മാതാക്കൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചപ്പോൾ വളരെ ചെറിയ പ്രതിഫലം മാത്രമേ ഗാർഗിന് ലഭിച്ചുള്ളൂ. 2021 സുബീൻ ഗാർഗ് മ്യൂസിക് LLP എന്ന സ്ഥാപനം തുടങ്ങി പിന്നീടുള്ള പാട്ടുകളുടെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ തീരുമാനിച്ചതായി മാനേജർ വെളിപ്പെടുത്തി. ഈ ബിസിനസ് സ്ഥാപനത്തിലാണ് ശർമ്മയും പങ്കാളിത്തം വഹിച്ചിരുന്നത്. സുബീന് ലഭിച്ച എല്ലാ വരുമാനവും നേരിട്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ടെന്നും ഇനി അത് ഭാര്യ ഗരിമ ഗാർഗിലേക്ക് മാറ്റുമെന്നും ശർമ്മ വ്യക്തമാക്കി. ഗുവാഹത്തിയിലെ ദദൽപാറയിലുള്ള ശർമ്മയുടെ വസതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് പ്രസ്താവന. അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് അസമിൽ പ്രതിഷേധവും ശക്തമാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.